ശവ്വാലിന്റെ സുന്ദരമായ പെരുന്നാളിന്റെ ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കറക്റ്റായിട്ടിരുന്ന് ഗ്യാപ്പ് മുന്നിലില്ലാത്ത രീതിയിലാവുക. മുന്നത്തെ സഫിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. എല്ലാ ആളുകളും ഓരോരോ സഫ് നോക്കുക. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. പുറകിലിരുന്ന ആളുകൾക്ക് പിന്നെ നിസ്കാര ടൈമിൽ ബുദ്ധിമുട്ടാവാതിരിക്കാനാണ്. എവിടെയും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് കയറിയിരിക്കുക. മുന്നത്തെ ആളുകൾ പുറകിലുള്ളവരൊക്കെ കയറിയിരിക്കുക. ഓരോ സഫ് കറക്റ്റായിട്ട് ഇവിടെ അങ്ങോട്ടും ഇവിടെ ഒരാൾക്ക് കയറിയിരിക്കല്ല. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം. പുറകിലുള്ള ആളുകൾ വരുമ്പോൾ ചാടി കടന്നു വരികയും വേണ്ട, കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യാം. ഓരോ സഫിലും വിടവില്ലാത്ത രീതിയിൽ മുന്നത്തെ സഫ് കറക്റ്റായ ശേഷം പുറകിലിരിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്, മഹത്തായ അനുഗ്രഹങ്ങളെ കൊണ്ട് വിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി. അല്ലാഹുവേ, ഇനിയും ഒരുപാട് കാലം നിന്റെ ദീനിയായ ഇത്തരം വിഷയങ്ങളിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഈ ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ നോമ്പിലൂടെ നാം അതിൽ അനുവർത്തിച്ചിരിക്കണം. ഒന്നാമത്തത്, ഒരു പാവപ്പെട്ടതായ മനുഷ്യന്റെ യാതനകൾ എന്താണ്, ഒരു വിശപ്പിന്റെ കാഠിന്യം എന്താണ്, ദാഹത്തിന്റെ കാഠിന്യം എന്താണ് നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മളെല്ലാം. ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മനുഷ്യരും മറ്റു ജീവജാലങ്ങളും വിശക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസം മനസ്സിലാക്കാനും നമ്മളെ കൊണ്ട് അതിന് പരിഹാരം ചെയ്യാൻ കഴിയുമെങ്കിൽ പരിഹാരം ചെയ്തു കൊടുക്കാനും നമ്മളെല്ലാവരും സന്നദ്ധമാവണം. ഈ ചെറിയ പെരുന്നാളിന്റെ ഒരു സന്ദേശം അതാണ്, കരുണ, കാരുണ്യം. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും. നമ്മളോട് ഒരാൾ വന്നിട്ട് എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് സ്വല്പം വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തിരിക്കും. കാരണം വെള്ളം കുടിക്കാത്തതിന്റെ, ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രയാസം എന്താണ് എന്ന് നേരിട്ട് അനുഭവിച്ച നോമ്പുകാരാണ് നാം. അപ്പൊ ഒരു നോമ്പിലൂടെ നമ്മൾ ഈ ലോകത്തോട് വിഭാവനം ചെയ്യുന്നത് സ്നേഹമുള്ള, കരുണയുള്ള ഒരു കൂട്ടം മനുഷ്യരെയാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള മനുഷ്യരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും എന്തെന്നറിയുന്നത് കൊണ്ട് തന്നെ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന വളരെ അതിമഹത്തായ ഒരു കർമ്മം ഈ ദിവസത്തിന്റെ നിർബന്ധമായ ഒരു ഇബാദത്താണ്. ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ അയൽപക്ക നാടുകളിലോ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലോ ഒരാളും പട്ടിണി കിടക്കാതെ അന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സക്കാത്തുൽ ഫിത്ർ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ആ സക്കാത്തുൽ ഫിത്ർ കൊടുത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഫിത്ർ സക്കാത്ത് എന്തിനാണ്? ഫിത്ർ സക്കാത്തിന്റെ മർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാള് പോലും അന്ന് ഭക്ഷണം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ടാവാൻ പാടില്ല എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ വിശാലമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മളൊക്കെ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറമേ നല്ല ഭംഗിയായിട്ടാണ് ഇന്ന് പള്ളിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ പിഞ്ചുമക്കളും മുതിർന്നവരും പ്രായം ചെന്നവരുമൊക്കെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് പുതുവസ്ത്രം ധരിക്കൽ സുന്നത്തായ ഒരു ഇബാദത്ത് തന്നെയാണ്. എന്നാൽ ആ ഒരു പുറമോടിയുടെ ഭംഗി നമ്മൾ കൂട്ടുന്നത് പോലെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയെയും നമ്മൾ നല്ലതാക്കേണ്ടതുണ്ട്. ഒരാളോടും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ അസൂയയോ ഇല്ലാതെ ഒരു സ്നേഹത്തിന്റെ, അലിവിന്റെ ഒരു മനസ്സ് ഈ വിശുദ്ധമായ പെരുന്നാൾ
പെരുന്നാൾ സുദിനത്തിന്റെ ഒരു സന്ദേശമാണ്. പുറം നമ്മൾ വൃത്തിയാക്കുന്നതോടൊപ്പം ഭംഗിയാക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഭംഗിയാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ ചെറിയ പെരുന്നാൾ നമുക്ക് നൽകുന്നത് അത് ബന്ധങ്ങളെ ചേർക്കലാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാട്, ഒരു മനോഭാവം എന്ന് പറയുന്നത് ബന്ധങ്ങളെ ചേർക്കലാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധങ്ങളെ മുറിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെരുന്നാളിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സന്ദേശം, നമ്മൾ സക്കാത്തുൽ ഫിത്ർ കൊടുത്ത് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് പുതുവസ്ത്രങ്ങൾ നമ്മൾ ധരിച്ച് കുട്ടികളെയൊക്കെ നമ്മൾ സന്തോഷിപ്പിച്ച് ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബന്ധങ്ങളെ ചേർക്കലാണ്. പല കാരണങ്ങളെ കൊണ്ട് ബന്ധങ്ങൾ മുറിഞ്ഞു പോവാം. മാതാപിതാക്കളും മക്കളും ബന്ധങ്ങൾ മുറിഞ്ഞു പോവാം. ജ്യേഷ്ഠാനുജന്മാര് ബന്ധങ്ങൾ മുറിഞ്ഞു പോകാം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോവാം. അയൽപക്കക്കാര് തമ്മിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാം. നമ്മുടെ ബന്ധത്തിലുള്ള കുടുംബങ്ങളിലും അല്ലാതെയുമുള്ള ഒരുപാട് ആളുകളോട് മനുഷ്യ സഹജമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്ക് പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി ബന്ധമൊന്ന് മുറിയുക, അത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു ബന്ധം മുറിയലിനെ കാലാകാലം അങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു കാരണവുമില്ലാതെ 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. അത് നബിയുടെ സന്ദേശമാണ്. 3 ദിവസത്തേക്കാൾ കൂടുതൽ ഒരാൾ പിണങ്ങി നിന്നു, ആ പിണക്കം മാറുന്നതിന്റെ മുമ്പ്, പരസ്പരം പിണക്കം തീർത്ത് ഇണങ്ങുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവൻ നരകത്തിൽ കടക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഗൗരവം നമ്മൾ ഓർക്കുക. ബന്ധങ്ങൾ ചേർക്കേണ്ടതിന്റെ ഗൗരവത്തെയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ, ആ മിണ്ടാൻ കഴിയാത്ത രീതിയിൽ നന്നാവാൻ കഴിയാതെ മരിച്ചുപോയാൽ അവൻ ഈ ലോകത്ത് ആരായിട്ടും കാര്യമില്ല, എന്തെല്ലാം അവനുണ്ടായിട്ടും കാര്യമില്ല, അവന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന വളരെ താക്കീതാണ് നബി തങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ബന്ധങ്ങൾ ചേർക്കുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോയിരുന്ന നമ്മുടെ വാപ്പ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ അനിയൻ, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ പിന്നീട് മുതിർന്ന് കല്യാണം കഴിഞ്ഞപ്പോ ചില എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കുകയാണ്, അവർ കലഹങ്ങളാണ്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഒന്ന് നമ്മുടെ പുറകോട്ട് നമ്മളൊന്ന് ആലോചിക്കുക. ഒരേ വീട്ടിൽ താമസിച്ചിരുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിരുന്നവർ, ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവർ, ഒരേ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ജ്യേഷ്ഠാനുജന്മാർ, കുടുംബാംഗങ്ങൾ എത്രയോ പിണങ്ങി നിൽക്കുന്നുണ്ട്. ഈ സുന്ദരമായ സുദിനത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വെച്ച് നമ്മൾ അളക്കുമ്പോൾ നമുക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്റെ ഇക്കയോട് അസ്സലാമു അലൈക്കും എന്നൊന്ന് സലാം പറയാൻ അനുജന്മാര് ശ്രമിക്കുക. അനുജന്മാരോട് എടാ മോനെ നീ എന്താ വരാത്തത് എന്ന് പറഞ്ഞ് പുറത്തൊന്ന് തട്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ ജ്യേഷ്ഠന്മാർ തയ്യാറാവുക. ഇങ്ങനെയുള്ള ഒരു ബന്ധത്തെ ചേർക്കാനുള്ള മഹിതമായ ഒരു സന്ദർഭമായിട്ട് ഈ ഒരു ചെറിയ പെരുന്നാളിനെ നമ്മൾ കാണണം. അല്ലെങ്കിൽ അതാണ് ബന്ധങ്ങൾ ചേർക്കുന്നതിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്തതായി ഈ ഒരു സന്ദേശം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അശരണരായി കിടക്കുന്ന പാവപ്പെട്ടതായ ആളുകളെ, നിവൃത്തിയില്ലാത്ത ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അത് ഈ ദിനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഫിത്ർ സക്കാത്ത് അതിനു വേണ്ടിയാണ്. അത് മാത്രമല്ല, അതോടൊപ്പം മാനസികമായും ശാരീരികമായിട്ടും ഒക്കെയുള്ള ചേർത്ത് പിടിക്കലുകൾ വരും. ഒരിക്കൽ ഇതേപോലെയുള്ള ഒരു ചെറിയ പെരുന്നാളിന്റെ സുദിനത്തിൽ നബി തങ്ങൾ പള്ളിയിലേക്ക് വരികയാണ് നമസ്കാരത്തിന് വേണ്ടി. കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ചെറിയ മക്കളാണ്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ ഇന്നലെ മൈലാഞ്ചിയുടെ ഒരു മല്ലാതെയായി കുട്ടികളുടെ ബഹളങ്ങൾ എന്തായിരുന്നു. ഇങ്ങനെയുള്ള ബഹളങ്ങളിലൊന്നും പെടാതെ ഒരു ചെറിയ കുട്ടി, ഒരു ബാലൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ നബി തങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ബാക്കിയുള്ള കുട്ടികളൊക്കെ സന്തോഷത്തോടെ കളിക്കുമ്പോ ഈ മോൻ എന്താണ് കളിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരുണ്യത്തിന്റെ കടലായ പ്രവാചകർ ആ കൊച്ചു മോന്റെ അടുക്കലേക്ക് ചെന്നു വളരെ പുഞ്ചിരിയോടെ ചോദിച്ചു, അല്ല മോനെ, നീ എന്താണ് കരയുന്നത്? നീ എന്താണ് കളിക്കാൻ കൂടാത്തത്? ഇന്ന് സുന്ദരമായ പെരുന്നാളിന്റെ സുദിനമല്ലേ? ആ കുഞ്ഞ് വീണ്ടും ഏങ്ങി ഏങ്ങി കരയുകയാണ്. എല്ലാവരും നല്ല ഉടുപ്പിട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് ആ രീതിയിലുള്ള ഒരു ഉടുപ്പൊന്നും കാണുന്നില്ല. വീണ്ടും നബി തങ്ങൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളോട് ആ ചെറിയ മോൻ പറയുകയാണ്, നബിയെ, എന്റെ പിതാവ് മരണപ്പെട്ടു പോയി, എന്റെ മാതാവ് മരണപ്പെട്ടു പോയി, എനിക്കാരുമില്ല, ഉടുപ്പ് മേടിച്ചു തരാൻ, എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരാൻ ഈ ലോകത്താരുമില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ കണ്ണുനീർ ഒറ്റയടിക്ക് താഴെ വീഴുകയാണ്. കാരണം അത്രത്തോളം അലിവുള്ളവരാണ് നബി. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആർഭാടമായി സന്തോഷിക്കുമ്പോ അത് മേടിച്ചു തരാൻ കാശ് ഇല്ല എന്ന് മാത്രമല്ല, അത് നോക്കാൻ പോലും ഒരാളുമില്ല എന്ന് ഒരു കുട്ടിയുടെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ആ കുട്ടി ഈ മറുപടി പറഞ്ഞപ്പോൾ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. നേരെ ഇലാ ഹളറത്തി നബി തങ്ങളുടെ പത്നിയുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ഇത് നമ്മുടെ മോനാണ്. ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ആരുമില്ലാത്ത ഒരാളെ എന്റെ മോൻ, നമ്മുടെ മോൻ, മോനെ എന്നൊന്ന് വിളിക്കൽ ആ കൊച്ച് ഒരുപാട് ആഗ്രഹിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ മാതാപിതാക്കളുള്ള നമുക്ക് മോനെ, മോളെ എന്നൊക്കെ വിളിക്കുമ്പോ അത് ഇല്ലാത്തതിന്റെ വിഷമം നമുക്കറിയില്ല. അതില്ലാത്ത ഒരാളുടെ ഗദ്ഗതം നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ നേരെ ചെന്ന് പറയുന്നത്, ആയിഷ, ഇത് നമ്മുടെ മോനാണ്. ആ കുട്ടിക്ക് തന്നെ പകുതി ആശ്വാസമായി. ഈ കുട്ടി നമ്മുടെ മോനാണ്, ഇവനെ കുളിപ്പിച്ച് ഉടുപ്പുകൾ ഇടിക്കണം, ഇനി ഇത് നമ്മുടെ മോനാണ് എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ നബി തങ്ങൾ അവിടെ ഉമ്മയും വാപ്പയുമായി രക്ഷകർത്താവായി നല്ല സുന്ദരമായ ഒരു ജീവിതം കൊടുക്കാൻ നബി തങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടു. ഞാനും അനാഥരെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് നബി തങ്ങളുടെ ചൂണ്ടുവിരലും തൊട്ടടുത്ത വിരലും ഉയർത്തിക്കാട്ടി ചെറിയ ഒരു വിടവതിലിട്ടുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇപ്രകാരമായിരിക്കും സ്വർഗത്തിലെന്ന്. നബി തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ച് ഭൂമി ലോകത്തോട് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനമാണത്. അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും, അകന്ന ബന്ധുക്കളിൽ ഉണ്ടാകും, നമ്മുടെ അയൽപക്കങ്ങളിൽ ഉണ്ടാകും. നമ്മൾ അറിയുമെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കുക. ഈ ചേർത്ത് പിടിക്കലിന്റെയും സ്നേഹം കൈമാറുന്നതിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃക കൂടെയാണ് ഈ ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ രീതിയിലുള്ള ഒരു ചേർത്ത് പിടിക്കൽ, അതിന് കഴിയാനും അതിനുള്ള ഒരു മനസ്സും ബന്ധങ്ങളെ നന്നാക്കാനും അവൻ എന്നോടല്ലേ മിണ്ടേണ്ടത്, ഞാൻ അവനോടല്ലല്ലോ എന്ന ആ ഒരു ശൈലി എല്ലാവരും മാറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠാനുജന്മാരും മക്കളും കുടുംബങ്ങളും ഒക്കെ ഒന്ന് പരസ്പരം ഒന്ന് മിണ്ടുകയാണെങ്കിൽ അത് വലിയ ഒരു സന്തോഷകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാലങ്ങളായി മിണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ ഇന്നൊന്നും വേണ്ട, ആ ഇക്കയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അനിയന്റെ വീട്ടിലേക്ക് ചെന്ന് അസ്സലാമു അലൈക്കും മോനെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം ആ കുടുംബത്തിലും ആ വ്യക്തികൾക്കും അതായിരിക്കുകയില്ലേ? നമ്മളെ ഒരു സലാം കൊണ്ട്, നമ്മളൊരു മിണ്ടൽ കൊണ്ട്, നമ്മുടെ ഒരു സ്നേഹ പ്രകടനങ്ങളെ കൊണ്ട് ഒരു കുടുംബത്തിന്, എന്റെ അനിയന്, ജ്യേഷ്ഠന് ഒരു സന്തോഷം കിട്ടുമെങ്കിൽ അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്ത് ബന്ധങ്ങളെ പുതുക്കാനുള്ള മനസ്സാണുള്ളത്? എന്ത് പെരുന്നാളാണ് നമ്മുടെ ആഘോഷം? നമ്മളൊക്കെ മനസ്സിലാക്കുക, ചിന്തിക്കുക. ഈ ലോകത്ത് വാശിയും ദേഷ്യവും പകയും അത് നിലനിന്നിട്ടില്ല, ഒരാളും നിലനിന്നിട്ടില്ല. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവേണ്ടവരാണ് നമ്മൾ, മരിക്കേണ്ട ആളുകളാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി പടച്ചവനെ അയാൾക്ക് നീ പുറത്തു കൊടുക്ക്, അയാൾക്ക് നീ പുറത്തു കൊടുക്ക് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മൾ
നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കുക. ഞാൻ ഇന്ന് മരിച്ചാൽ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര ആളുകൾ ഇന്ന് ഭൂമിയിലുണ്ട്, എന്റെ കൂട്ടുകാരിലുണ്ട്, എന്റെ കുടുംബങ്ങളിലുണ്ട്. നമ്മൾ ചിന്തിക്കുക, അവൻ മരിച്ചെങ്കിൽ നന്നായി എന്ന് വിചാരിക്കുന്നവരാണോ? അങ്ങനെ ആവാൻ കാരണം നമ്മുടെ ചെയ്തികളാണോ? നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് ബന്ധങ്ങളെ നന്നാക്കാനും പുതുക്കാനും ചേർത്ത് പിടിക്കാനും കരുണയോടുകൂടെ വർത്തിക്കാനുമുള്ള ഇസ്ലാമിന്റെ ഈ ഒരു സന്ദേശം ഇത്തരത്തിലുള്ള സുന്ദരമായ ദിവസങ്ങളിൽ നാം മുഖവിലക്കെടുക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചേർത്ത് പിടിക്കലിന്റെ ഒരു മാതൃക എന്ന് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഏറെയാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്വല്പം നീട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് സഹകരിക്കണം, ചേർത്ത് പിടിക്കുക. കുറച്ചു മുമ്പ് നമ്മൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുത്തിരുന്നു, നമുക്ക് വേണ്ടി അതിനു വേണ്ടി പിരിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് എറണാകുളം ജില്ല മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 14 വീടുകൾ അന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അൽഹംദുലില്ലാഹ് ഇത് നമ്മൾ ആരെടുത്തെങ്കിലും കാശ് കൊടുത്തങ്ങട് വിടുകയല്ല. നമ്മുടെ ജമാഅത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അതിന്റെ ഉദ്ഘാടന സ്ഥലങ്ങളിലും അതിന്റെ കല്ലിടൽ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് പോയി അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ജമാഅത്തിന്റെ മെമ്പർമാരും കമ്മിറ്റി ഭാരവാഹികളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് പറയാം, അന്ന് നമ്മൾ സഹകരിച്ചു. 14 വീട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരിശ്രമിച്ചു. അതിൽ 12 വീടിന്റെ പണി അൽഹംദുലില്ലാഹ് പൂർത്തിയായി. അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് വലിയ ഒരു ചേർത്ത് പിടിക്കലാണ്. ഒന്ന് ആലോചിക്കുക, കഴിഞ്ഞ വർഷം ഇതേപോലെ റമളാൻ കഴിഞ്ഞ് ശവ്വാലിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടി പെരുന്നാൾ നിസ്കരിച്ച 400 പേര് ഒറ്റയടിക്ക് ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും പോയവർ, ഒരാൾ മാത്രം ബാക്കിയായവർ. വല്ലാത്ത ഒരവസ്ഥയാണ്. ആ ഒരു ചൂരൽമലയുടെ ദുരന്തം അത് നേരിൽ കണ്ടവരാണ് നമ്മളൊക്കെ. അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താങ്ങി എന്നുള്ള നിലക്ക് എറണാകുളത്തെ മഹല്ല് കൂട്ടായ്മ അതിന് മുന്നിട്ടിറങ്ങുകയും 14 വീടുകൾ നമ്മൾ പരിശ്രമം കൊണ്ട് ആയി. 12 എണ്ണത്തിന്റെ പൂർത്തിയായി, 2 എണ്ണത്തിന്റെ പണി ഇൻഷാ അല്ലാഹ് പൂർത്തിയാവാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-40 ലക്ഷം രൂപ കൂടെ അതിലേക്ക് വേണം എന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചേർത്ത് പിടിക്കലിന്റെ ഈ ഒരു സുദിനത്തിൽ അവർക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു പിരിവ് ഇൻഷാ അല്ലാഹ് പുറത്തുണ്ടാകും. പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ സഹകരിക്കണം. 2 കാര്യം കൂടെയുണ്ട്. ഈ 12 വീട് പൂർത്തിയാക്കി അതിൽ അവർക്ക് വെള്ളത്തിന്റെ സൗകര്യം കൂടെ ഏർപ്പെടുത്താനുണ്ട്. ഒരു കിണർ കുത്തി ഒരു ടാങ്ക് വെച്ച് അതിൽ നിന്ന് വെള്ളം കിട്ടാവുന്ന ഒരു സൗകര്യം ഈ 12 വീടുകൾക്കും ചെയ്യണം. 2 വീടുകൾ പണി പൂർത്തിയാക്കുകയും വേണം. അത് ഈ പെരുന്നാൾ സുദിനത്തിൽ എറണാകുളം ജില്ലയിലെ മഹല്ലുകളിലൂടെ പറഞ്ഞ് അതുകൂടെ നമുക്ക് പൂർത്തീകരിക്കണമെന്ന് അതിന്റെ പ്രവർത്തകർ അഥവാ നമ്മുടെ ജമാഅത്തിൽപ്പെട്ട മെമ്പർമാർ തന്നെയാണ്, കമ്മിറ്റി ഭാരവാഹികളും അതിന്റെ മെമ്പർമാരാണ് ഓർമ്മപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് പുറത്തതുമായി ബന്ധപ്പെട്ട പിരിവുകൾ ഉണ്ടാകും. പറ്റാവുന്ന ആളുകളൊക്കെ എന്താണോ നമ്മുടെ കൈവശമുള്ളത് എങ്കിൽ അതിൽ സഹകരിക്കണം. ഇനി ഇപ്പോഴൊന്നും കൊണ്ടുവന്നില്ല എങ്കിൽ ഇന്നിപ്പോ ജുമുഅയുണ്ട്. ജുമുഅ ചില വാട്സപ്പിലൊക്കെ മറ്റും കേട്ടു, പെരുന്നാൾ നിസ്കരിച്ചാൽ പിന്നെ ജുമുഅ വേണ്ട. അങ്ങനെയൊന്നുമില്ല. അത് നമ്മളൊക്കെ ഉദ്ദേശിച്ചല്ല. മലമുകളിലും പ്രയാസത്തോടുകൂടെ പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകളെ കുറിച്ചാണ്. നമുക്കൊന്നും ആ ഹദീസ് ബാധകമല്ല. നമുക്ക് എല്ലാവർക്കും ജുമുഅ നിർബന്ധമാണ്. ആ ജുമുഅക്ക് വരുന്ന സമയത്ത് എല്ലാ ആളുകളും അതിൽ ഇപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ കൊണ്ടുവന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹകരിക്കുക. ഈ വിഷയം വന്നപ്പോൾ 3 പെൺമക്കൾ അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പരലോക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെയുള്ള ആ വയനാട്ടിലെ സംരംഭത്തിന് വേണ്ടി ഒരു 25,000 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ സംഭാവനയെ നീ കബൂലാക്കണേ റഹ്മാനെ. മരിച്ചുപോയ അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഒരു ജാരിയായി സ്വതക്കയായി അതിനെ നീ എത്തിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ഏകദേശം എത്തി തുടങ്ങി. നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ഒരു സഹോദരി പള്ളിയിലേക്ക് ഒരു 25,000 രൂപ സംഭാവന പറയുകയും ചെയ്തിട്ടുണ്ട്. ജോലിയിലും ആരോഗ്യത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിയെ നിനക്കറിയാം, അവരെന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശങ്ങളെല്ലാം നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നിസ്കാരം കഴിഞ്ഞ് ഒരു ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഫലഖുൻ നാസ് ഓതി നമ്മൾ ദുആ ചെയ്യും. ആ ദുആയും കൂടെ കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും പോകാവുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിർമ്മാണ
ഫണ്ടിലേക്ക് ഒരു സഹോദരൻ 2000 രൂപ ഇൻഷാ അല്ലാഹ് അതൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. ഈ വിശുദ്ധമായ റമളാനിൽ ഒരുപാട് കാര്യങ്ങളുമായി നമ്മളോട് സഹകരിച്ചവരുണ്ട്. നോമ്പ് തുറ, വികസന ഫണ്ട്, ബദരീങ്ങളുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെല്ലാം നമ്മൾ പറഞ്ഞു. അതിനേക്കാൾ അപ്പുറം ഇതുമായി ഇതിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞുള്ള ദുആ, ആ ദുആയും കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാവുള്ളൂ. പോകുന്ന സമയത്ത് പുറത്ത് ഞാൻ ഈ പറഞ്ഞ വയനാടിന്റെ വികസന ഫണ്ടിലേക്കുള്ള അതിന്റെ ഒരു പിരിവുണ്ടാകും. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. കൈകെട്ടിയ ശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതി അഊദ് ഓതുന്നതിന്റെ മുമ്പായി ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ അഊദിന് മുമ്പായി 5 തക്ബീറുമുണ്ട്. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഈ പെരുന്നാളിന്റെ തക്ബീർ ഉറക്കെ ചെല്ലണം. മയ്യത്ത് നിസ്കാരത്തിന്റെ തക്ബീർ പതുക്കെയാണ് ചെല്ലേണ്ടത്. അപ്പൊ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ പുറകിലുള്ള ആളുകൾ അല്ലാഹു അക്ബർ ഒന്ന് ഉച്ചത്തിൽ തന്നെ ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സുന്നത്തായ ചെറിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഇമാമോടുകൂടെ ഖിബലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തിയ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്തിന്റെ ശേഷമാണ് തക്ബീർ. അല്ലാഹു തആല നമ്മുടെ നിസ്കാരവും ഖുതുബയും ദുആയും എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.